ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th മെയിൻസിൻ്റെയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെയും ഒരു സ്റ്റഡി ചലഞ്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ടല്ലേ. ചലഞ്ചിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഷോർട്സ് ചെക്ക് ചെയ്തിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതർവൈസ് നിങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾ ആ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യുക. നമ്മളിപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട് ഷിഫ്റ്റുമായിട്ട് കുറച്ച് ഇഷ്യൂസിലായിരുന്നു. സോ അതിനിടയ്ക്കാണ് നമ്മൾ ഈ സ്റ്റഡി ചലഞ്ച് ഉള്ളത്. പിന്നെ ആ പോർഷൻസ് പഠിച്ചു തീർക്കുക, അതിൻ്റെ ഒപ്പം ഈ ഷിഫ്റ്റിങ്ങും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ജോലി, അങ്ങനെ കംപ്ലീറ്റ്ലി ബിസിയായി. ഇതിപ്പോൾ ഓരോ ദിവസത്തെ പഠിക്കാനുള്ള പോർഷൻ ഞാൻ ചലഞ്ചിലൂടെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പോർഷൻ തന്നെയാണ് ഞാനും കവർ ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിനി അധികം സമയമില്ല അല്ലേ. എന്നിട്ട് പോലും ഞാൻ പറ്റുന്ന അത്ര പോർഷനാണ് ഇടുന്നത്. കാരണം എനിക്ക് ഈ ഒരു ജോലിയായിട്ട്, അതായത് ഷിഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് വേറെ ഒരുപാട് ബിസിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഞാൻ ചലഞ്ചായിട്ട് ഇടുന്നത്. അതിനിടയ്ക്ക് ചിക്ക് ചെയ്യണം, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പാക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് പിന്നെ പഠിക്കാനിരിക്കുന്നത്. അതുവരെ വേറെ ജോലികളുണ്ട്. അപ്പോൾ ഈ ഒരു ബിസി ഷെഡ്യൂളിനിടയിലാണ് ഇപ്പോൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ അധികം പോർഷൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എനിക്കും കൂടി പറ്റുന്ന രീതിയിലുള്ള പോർഷനാണ് ഇടുന്നത്. നിങ്ങൾക്ക് അതിന് എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവരുണ്ടാവും. അവർ ഒരു 2 ദിവസത്തെ ഞാൻ 2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളതൊക്കെ ഒരു ദിവസമായിട്ട് പഠിക്കുക. കാരണം ഇനി അധികം സമയമില്ല. അങ്ങനെ പഠിച്ചാൽ തന്നെ തീരണമെന്നില്ല. ഇനിയിപ്പോൾ 10th മെയിൻസ് ഉടനെ വരുന്നുണ്ടല്ലേ. ഡേറ്റൊക്കെ ആയി, മെയ് ജൂൺ ആ ഒരു ടൈമിലൊക്കെ. അതേപോലെ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട് മെയ് ഓർ ജൂൺ. അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, അങ്ങനെ ഒരുപാട് എക്സാമാണ് വരുന്നത്. അതേപോലെ KS വന്നിട്ടുണ്ട്. അതിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യണം. 10th പ്രിലിംസ് ഒരുവിധം മാർക്കുള്ളവരൊക്കെ പഠിച്ചു തുടങ്ങണം കേട്ടോ. എത്രയായിരിക്കും കട്ട് ഓഫ് എന്നൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. എങ്കിലും പഠിക്കുന്നതേ ഉള്ളൂ. കാരണം അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ഇതിനും സെയിം സിലബസ് അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കുന്നത് കൊണ്ട് വേറെ നഷ്ടമൊന്നും ഉണ്ടാവുന്നില്ല അല്ലേ. ഞാൻ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. എനിക്ക് ഏറ്റവും ടഫുള്ള പോർഷൻ എക്കണോമിക്സ് ആണ്. നിങ്ങൾക്ക് ഏത് വിഷയമാണ് ഏറ്റവും ടഫെന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. വീട് മൊത്തം കുളമായിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കുളമായിരുന്നു, പഠിക്കാൻ തന്നെ പറ്റത്തില്ല. പക്ഷേ ഹൗസ് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഇതേപോലെ ഇട്ടിട്ടാണ് ഞാൻ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊന്നും കിടന്നാൽ പഠിക്കത്തുമില്ല. നമുക്കറിയാലോ, ഇതിൽ തന്നെ ഞാൻ എന്തുമാത്രം തവണ സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുള്ളതല്ലേ. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് അങ്ങനെയാണല്ലേ. കംപ്ലീറ്റ് ഒരു വൃത്തിയായിട്ടിരുന്നാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. എല്ലാ സാധനങ്ങളും പറക്കി കെട്ടി ബാഗിലൊക്കെ ആക്കി, കട്ടിൽ എല്ലാം, നമ്മുടെ സ്റ്റഡി ടേബിള്, ബെഡ്, നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ കോലം നോക്കിയേ. ഫൈനലി എല്ലാം നമ്മൾ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. ചെറിയൊരു സങ്കടം. എന്തായാലും ഇത്രയും നാൾ നമ്മൾ താമസിച്ച, നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത ഒരു വീടല്ലേ. നമ്മുടെ സ്റ്റഡി ടേബിൾ ഇരുന്ന ഇപ്പോൾ ഒന്നുമില്ലാതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നല്ലേ. ഇനി ഇതിലും വലിയ ജോലി എന്തെന്നാൽ പുതിയ വീട്ടിൽ ചെന്നിട്ട് ഫുള്ള് സെറ്റ് ചെയ്യാന്നാണ്. അവിടെ ചെന്ന് ഒരുവിധം ഞാൻ ടേബിളൊക്കെ ഇട്ട് കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അധികം നന്നായിട്ട് അറേഞ്ച് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ബുക്സ് തന്നെ എല്ലാം വയ്ക്കാൻ സ്ഥലം തികയുന്നില്ല. കുറച്ച് ബുക്സൊക്കെ താഴെ ഇങ്ങനെ ബോക്സിലൊക്കെയാണ് വെച്ചേക്കുന്നത്. നേരത്തെ ഇതൊക്കെ എവിടെ ഞാൻ വെച്ചിരുന്നെന്നാണ് ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ബുക്ക് ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാം സെറ്റൊക്കെ ചെയ്ത് ഇനി ഇവിടെ നിന്ന് അടുക്കി വീണ്ടും നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യണം. തുണിയൊക്കെ ഒരുവിധം ഞാൻ സെറ്റ് ചെയ്ത് മടക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഒരു ദിവസം ഒരു പെൻഡിങ് വരും കേട്ടോ, ഷോർട്സ് ഇടാൻ. അപ്പോൾ അതും കൂടി കവർ ചെയ്ത് നമുക്ക് അടുത്ത ഒരു ശനിയാഴ്ചയൊക്കെ നമുക്ക് റിവിഷൻ വയ്ക്കാതെ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.